ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ പേടോം കാ ജാദു എന്ന് പറയുന്ന ലെസനാണ്. ആ ലെസണും പിന്നെ അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലെസണിലേക്ക് കിടന്നാലോ. അപ്പം ലെസന്റെ പേരെന്താണ് കൂട്ടുകാരെ? പേടോം കാ ജാദു. പേടോം കാ ജാദു എന്നാണ് ലെസന്റെ പേര്. പേട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കൂട്ടുകാരെ? മരം. ഓക്കെ, പേട് എന്ന് പറഞ്ഞാൽ മരം. ജാദു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാജിക്. ഓക്കെ, അപ്പം മരങ്ങളുടെ എന്താണ്? മാജിക് ആണ്. ഓക്കെ, വിസ്മയം. ഒരു മരം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, അത് പേടൊരു മാജിക് ആണ്. ഓക്കെ, അപ്പൊ ആരാണ് ഇതിന്റെ ഓതർ? വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ആളാണ് പേടോം കാ ജാദു എന്ന ലെസന്റെ ഓതർ. വിനോദ് കുമാർ ശുക്ൽ. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ബുവ കെ ഘർ മേ പേട് താ. അപ്പൊ ഇവിടെ ബുവ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ബുവ കെ ഘർ മേ പേട് താ. ബുവ എന്ന് പറയുന്നത് അച്ഛന്റെ ചേച്ചി. അതിനെയാണ് ചേച്ചീനെയാണ് നമ്മൾ ബുവ എന്ന് ഹിന്ദിയിൽ പറയാം. ഓക്കെ, അമ്മായി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ബുവ കെ ഘർ മേ പേട് താ. ബുവ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ചേച്ചി. അപ്പൊ ഘർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്, പേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം. അപ്പൊ എങ്ങനെയാ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ അർത്ഥം വരിക? അമ്മായിന്റെ വീട്ടിലെ എന്താണ്? വീട്ടിലെ ഒരു മരം ഉണ്ടായിരുന്നു. ബുവ കെ ഘർ മേ പേട് താ. അമ്മായിന്റെ വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു. പേട് പർ ഗിൽഹരി ദേഖ് കർ മേനെ കഹാ. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരം. ഗിൽഹരി എന്ന് പറഞ്ഞാൽ എന്താ? അണ്ണാൻ. ഓക്കെ, സ്ക്യുറൽ, അണ്ണാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ അല്ലെങ്കിൽ സ്ക്യുറൽ. ദേഖ് കർ, കണ്ടപ്പോൾ. ഓക്കെ, അണ്ണാനെ കണ്ടപ്പോൾ. മേനെ കഹ, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ? ബുവ കെ ഘർ മേ പേട് താ. പേട് പർ ഗിൽഹരി ദേഖ് കർ മേനെ കഹ. മരത്തിന്റെ മേളിലുള്ള അണ്ണാനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു. ബുവ അപ്പനെ ഗിൽഹരി കഹാൻ സെ ഖരീദി. അമ്മായി, നിങ്ങൾ എന്താണ് അണ്ണാനെ എവിടെ നിന്നാണ് വാങ്ങിയത്? ബുവ ആപ്പിനെ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, ഗിൽഹരി, ഗിൽഹരി എന്ന് പറഞ്ഞാൽ എന്താ? അണ്ണാൻ, കഹാൻസെ എവിടെ നിന്ന്, ഖരീദി വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ബുവ ആപ്നെ ഗിൽഹരി കഹാൻസെ ഖരീദി എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, मैं भी लूंगा उसे पालूंगा. അപ്പം ഈ കുട്ടി പറയാണ് അമ്മായിനോട്, നിങ്ങൾ എവിടെ നിന്നാണ് അണ്ണാനെ വാങ്ങിയത്? എവിടെ നിന്നാ വാങ്ങിയത് എന്നറിഞ്ഞാൽ ഞാനും അതേപോലെ ഒരെണ്ണത്തിനെ വാങ്ങിയിട്ട് ഞാനും ഒരു അണ്ണാനെ വളർത്തും എന്നാണ് പറയുന്നത് ഇവിടെ. മേ ബി ലൂങ്ക, ഞാനും വാങ്ങിക്കും. ഉസേ പാലൂങ്ക, ഉസേ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അണ്ണാനെ ഞാനും വളർത്തും അല്ലെങ്കിൽ പരിപാലിക്കും എന്നാണ് പാലൂങ്ക എന്നുള്ള മീനിങ് ഇവിടെ വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ബുവ കെ ഘർ മേ പേട് താ. പേട് പർ ഗിൽഹരി ദേഖർ മേനെ കഹാ. ബുവ ആപ്നെ ഗിൽഹരി കഹാൻ സെ ഖരീദി. മേ ബി ലൂങ്ക ഉസേ പാലൂങ്ക. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇത്രയും ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ബുവ നെ കഹാ മേരെ ഘർ മേ പേട് ഹേ. അപ്പൊ അമ്മായി എന്താ പറഞ്ഞേ? ബുവാനെ കഹ, അമ്മായി പറഞ്ഞു. മേരെ ഘർ മേ പേട് ഹേ, എന്റെ വീട്ടിൽ എന്തുണ്ട്? മരമുണ്ട്. മേരെ ഘർ മേ, എന്റെ വീട്ടിൽ. പേട് ഹേ, പേട് എന്ന് പറഞ്ഞാൽ മരമുണ്ട്. പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹേ. ഈ സെന്റൻസിന്റെ അർത്ഥം എന്താ? മരമുണ്ടെങ്കിൽ അണ്ണാൻ എന്താണ്? സ്വയമേ വരുന്നതാണ്, ഞാൻ വാങ്ങിച്ചതല്ല എന്നാണ് അമ്മായി പറയുന്നത്. പേട് കെ ഹോനെ സെ എന്ന് പറഞ്ഞാൽ എന്താ? പേടുണ്ടാവുകയാണെങ്കിൽ. ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹേ, അണ്ണാൻ സ്വന്തം ആ മരത്തിലേക്ക് വരുന്നതാണ് എന്ന് അമ്മായി ആ കുട്ടീനോട് പറയുകയാണ്. ഓക്കെ, അപ്പം ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വായിക്കാം. ബുआ ने कहा मेरे घर में पेड़ है. पेड़ के होने से गिलहरी अपने आप आ जाती है. ഓക്കെ, എൻ്റെ വീട്ടിൽ മരമുണ്ട്. മരമുണ്ടെങ്കിൽ എന്താണ്? അണ്ണാൻ സ്വന്തം തന്നെ ആ മരത്തിലേക്ക് വരുന്നതാണ്. ഓക്കെ, അടുത്ത ഭാഗം നോക്കിയാലോ. പേട് പേട് പർ ദേക്കോ. എന്താണ്? അമ്മായി ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ മരത്തിന്റെ മേലെ.
പേട് പർ ദേക്കോ, മരത്തിലേക്ക് നോക്കൂ. ചിടിയാം ബൈട്ടി ഹേ. ഇവിടെ ചിടിയാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിടിയ എന്ന് പറഞ്ഞത് പക്ഷിയാണ്. അപ്പൊ അതെന്താണ്? ചിടിയ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. പക്ഷെ ചിടിയാം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ ചിടിയാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിംഗുലർ പ്ലൂറലിന് ഹിന്ദിയിൽ എന്താ പറയാ? ഒറ്റ പക്ഷിയെ നമ്മൾ ചിടിയ എന്ന് പറയും. അതിനെയാണ് ഏകവചൻ. ഓക്കെ, കുറെ പക്ഷികളുണ്ടെങ്കിൽ എന്താണ്? പ്ലൂറൽ, അല്ലെങ്കിൽ അതിന് എന്ത് പറയും? ബഹുവചൻ. ഓക്കെ, അപ്പൊ ഇവിടെ ബഹുവചനാണ്. എന്തുകൊണ്ടാണ് ബഹുവചൻ കൊടുത്തേക്കുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ 2 പക്ഷികളുണ്ട്, ഒന്നിൽ കൂടുതൽ പക്ഷികളുണ്ട്. ചിടിയാം ബൈട്ടി ഹേ. ചിടിയാം, ചിടിയാം, ചിടിയാം മരത്തിൽ ഇരിക്കുന്നുണ്ട്. ചിടിയാം ബൈട്ടി ഹേ. ചിടിയോ കോ മേനെ നെഹി പാല. എന്താണ് ഈ അമ്മായി എന്താണ് പറയുന്നത്? ബുവ എന്താണ് പറയുന്നത്? ഞാൻ ചിടിയെ വളർത്തിയതല്ല. പേട് കെ ഹോനെ സെ വോ ആ ഗയി. എന്താണ്? മരം അവിടെ ഉള്ളതുകൊണ്ട് പക്ഷികൾ അതിൽ വന്ന് ഇരിക്കുന്നതാണ്. തും അപ്നെ ഘർ മേ പേട് ഉഗാലോ. എന്താണ്? നീ നിന്റെ വീട്ടിലും ഒരു മരം വളർത്തിക്കോ. തോ ഗിൽഹരി ആ ജായെങ്കി. അങ്ങനെയാണെങ്കിൽ അണ്ണാൻ ആ മരത്തിൽ വരും. ഓക്കെ, അതാണ് പറയുന്നത്. ചിടിയ ആയേഗി. എന്താണ്? പക്ഷിയും വരും. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ വായിക്കാം. पेड़ पर देखो चिड़िया बैठी है, चिड़ियों को मैंने नहीं पाला, पेड़ के होने से वो आ गई, तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएंगी, चिड़िया आएंगी. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ ബൈട്ടി എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. ഉഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെടി നട്ടുകൊടുത്ത് അതിനെ വെള്ളം ഒഴിച്ച് പരിപാലിച്ച് വലുതാക്കുന്നതിന്, വളർത്തുന്നതിനാണ് എന്ത് നമ്മൾ പറയുക? ഉഗ എന്ന് പറയുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വേറെ ഒന്നുമില്ല. ഗർ എന്ന് പറഞ്ഞാൽ വീട്, ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ, പേട് എന്ന് പറഞ്ഞാൽ മരം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी. എന്താണ്? ഇപ്പൊ നമുക്കറിയാം കൂട്ടുകാരെ, വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ്. അതാണ് ബാഹർ ധൂപ്. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്. ഭയങ്കര ചൂടാണെങ്കിൽ तो पेड़ के नीचे ഛായ ആ ജായേഗി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയില്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, വീടിന്റെ പുറത്ത് ചൂടാണെങ്കിൽ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? തണൽ അല്ലെങ്കിൽ നിഴൽ. ഓക്കെ, അതാണ് ഛായ എന്ന് പറയുന്നത്. തബ് ഛായ മേ കേൽന അച്ഛാ ലഗേഗ. അപ്പൊ എന്താണ്? ഇപ്പൊ വെളിയിൽ ഭയങ്കര ചൂടാണെങ്കിൽ അവിടെ ഒരു മരം ഉണ്ടെങ്കിൽ എന്താണ്? മരത്തിന്റെ ചോട്ടിൽ തണലുണ്ടാകും. അപ്പൊ ആ തണലില് കൂട്ടുകാർക്ക് എല്ലാവർക്കും കളിക്കാൻ നല്ല രസമായിരിക്കും. അതൊരു നല്ല കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी, तब छाया में खेलना अच्छा लगेगा. खेलना എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കളിക്കുക. അച്ഛ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കാര്യം അല്ലെങ്കിൽ കൊള്ളാം. മരത്തിന്റെ തണലിൽ കളിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നല്ല എൻജോയ്മെന്റ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോർഷൻ നോക്കിയാലോ? അടുത്തത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസിൽ എന്താണ് പറയുന്നത്? സഹി മിലൻ കരെ. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈന് എന്താ ഹിന്ദി പറയുക? തിത്തലി. ഓക്കെ, തിത്തലി, തിത്തലി, തിത്തലി. ഓക്കെ, അതേപോലെ സ്ക്യൂറൽ അല്ലെങ്കിൽ അണ്ണാനെ നമ്മളിപ്പോ പഠിച്ചു. എന്താണ്? ഗിൽഹരി, ഗിൽഹരി. ഓക്കെ, പക്ഷിനെ നമ്മൾ എന്താ പറയാ? ചിടിയ, ചിടിയ. കുരങ്ങിനെ എന്താ നമ്മൾ പറയാ? ബന്ദർ. ഓക്കെ, അപ്പൊ കൂട്ടുകാര് ഓരോന്നും പഠിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ഇത് തിത്തലി, ഗിൽഹരി, ചിടിയ, ബന്ദർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചിത്ര ദേക്കെ. ഈ ചിത്ര ദേക്കെ വാക്യാം ബനായേ. എന്താണ്? ഈ ചിത്രം നോക്കിയിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. पेड़ के ऊपर. ഓക്കെ, पेड़ के ऊपर ആരൊക്കെയാ ഉള്ളത്? पेड़ के ऊपर बगूला है. ബഗൂല എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കിനെയാണ് നമ്മൾ ബഗൂല എന്ന് ഹിന്ദി പറയാ. കൊക്ക്, ബഗൂല. തോത്ത, തോത്ത पेड़ के ऊपर बैठा है. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? पेड़ के ऊपर तोता है എന്ന് എഴുതാം. ഓക്കെ, അല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? തോത്ത पेड़ के ऊपर बैठा है. ഓക്കെ എന്ന് എഴുതാം. പിന്നെന്താ? ഗിൽഹരി पेड़ के ऊपर बैठी है. ഓക്കെ, ഗിൽഹരി पेड़ के ऊपर
ബൈട്ടി ഹെ, അണ്ണാൻ മരത്തിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, പിന്നെ നമുക്ക് മരത്തിന്റെ മേലെ എന്തിനെ കാണാൻ പറ്റും? കുരങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ എഴുതാം, പേടിക്ക് ഊപ്പർ ബന്ദർ ഹേ എന്ന് എഴുതാം. പിന്നെ എന്താണ്, വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? കുരങ്ങൻ ഇതിൽ തൂങ്ങിക്കിടക്കുമല്ലോ, അതിനെങ്ങനെ എഴുതാം? ബന്ദർ പേട് പർ ലടുക്കാ ഹുവാ ഹേ, ലടുക്കാ ഹുവാ ഹേ, തൂങ്ങി നിൽക്കുകയാണ്. കുരങ്ങൻ എന്താണ്, മരത്തിന്റെ മേലെ ഹാങ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഇങ്ങനെ ഹിന്ദി പറയാ? ബന്ദർ പേട് പർ ലടുക്കാ ഹുവാ ഹേ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത പോലെ എല്ലാം നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ്? പേടിക്ക് ഊപ്പർ തോത്താ ഹെ, പിന്നെന്താ, പേടിക്ക് ഊപ്പർ ഗിൽഹരി ഹെ, പിന്നെന്താ, പേടിക്ക് ഊപ്പർ എന്താണ്, ബന്ദർ ഹെ എന്നുള്ള രീതിയിൽ എഴുതാം. ഇവിടെ അങ്ങനെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പേടിക്ക് നീച്ചെ, താഴെ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാലോ? പേടിക്ക് നീച്ചെ ഗായ് ഹെ, ഗായ് എന്താണ്, പശു. ഓക്കെ, पेड़ के नीचे हाथी है, हाथी എന്താണ്, ആന. ഓക്കെ, पेड़ के नीचे घोड़ा है, घोड़ा എന്താണ്, കുതിര. ഓക്കെ, पेड़ के नीचे ജിറാഫ് है, ജിറാഫ് എന്താണ്, നോർമൽ ജിറാഫ് തന്നെയാണ്. ഓക്കെ, അപ്പം സമ്മറി ആയിട്ട് ഈ പേടോം കാ ജാദു എന്ന് പറയുന്ന ലെസണിൽ എന്താണ് പറയുന്നത്? മരങ്ങൾ നട്ടു വളർത്തിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? അണ്ണാൻ വരും. അതേപോലെ അണ്ണാൻ എന്താ പറയുക? ഗിൽഹരി എന്ന് പറയും. പിന്നെ ബേർഡ്സിന് എന്താ നമ്മൾ പറയുക? ചിടിയ വരും. പിന്നെ എന്താണ്, മരം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് തണൽ കിട്ടും, ചായ കിട്ടും. അപ്പം ആ തണലിൽ കൂട്ടുകാർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ഈ ലെസണിൽ പറയുന്നത്. പിന്നെ ഈ ലെസണിൽ നമ്മൾ പഠിച്ച എന്താണ്, ആനിമൽസിന്റെ പേരൊക്കെ ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്താലോ? ഗിൽഹരി അണ്ണാൻ, ചിടിയ ബേർഡ് അല്ലെങ്കിൽ പക്ഷി. ഓക്കെ, ബഗൂല കൊക്ക്. ഓക്കെ, പിന്നെ തോത്ത പാരറ്റ് അല്ലെങ്കിൽ തത്ത, ബന്ദർ മങ്കി അല്ലെങ്കിൽ കൊരങ്ങൻ. പിന്നെന്താ, ജിറാഫ്. ഹാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ആന അല്ലെങ്കിൽ എലിഫന്റ്. ഗായ് എന്ന് പറഞ്ഞാൽ എന്താ? കൗ ഓർ പശു. പിന്നെന്താ, ഗോഡ എന്ന് പറഞ്ഞാൽ എന്താ? കുതിര അല്ലെങ്കിൽ ഹോഴ്സ്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഈ പേടോം കാ ജാദു എന്ന് പറയുന്ന ലെസൺ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. അതിലുള്ള ഓരോ ആനിമൽസിന്റെ പേരും ഹിന്ദിയിൽ ബൈ ഹാർട്ട് പഠിക്കുക. അപ്പം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്.